ഹായ്, ഏവർക്കും സ്വാഗതം. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റാണിത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സൈലത്തിലെ പ്രശസ്തനായ ഇംഗ്ലീഷ് അധ്യാപകൻ ശ്രീ നിസാം മാഷിനെയാണ്. ഇതാണ് നിസാം മാഷ്. നിസാം മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരനാണ്, സുശീലനാണ്, ഉദ്യോഗാർത്ഥികളുടെ ബഹുമാന്യനും രോമാഞ്ചക അഞ്ചുകവും ശിഞ്ചീര മഞ്ജീര ധ്വനിയും ഒക്കെയാണ്. മാത്രമല്ല സർവോപരി സദ്ഗുണ സമ്പന്നനുമാണ്. ഇനി നിസാം മാഷിനെ ഞാൻ ഇത്രയൊക്കെ പുകഴ്ത്തിയെങ്കിലും ബുദ്ധി ഉണ്ടോ എന്ന് കൂടി അറിയണമല്ലോ. കുറച്ച് മാതൃഭാഷയിലെ ചോദ്യങ്ങൾ കൂടി ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ആദ്യ ചോദ്യം, കൂനിന്മേൽ കുരു എന്ന ആ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? അത് ഇവിടെ പറയണോ? അയ്യോ, അങ്ങനെ മോശം കുരു ഒന്നും അല്ലേ. ഈ കുരു എന്ന് പറഞ്ഞാലേ വളരെ നല്ലൊരു ഇതാണ് ചാപ്റ്റർ ഓഫ് ആക്സിഡൻസ്, അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്നതിനാണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്നത്. എന്നാൽ എളുപ്പമുള്ളൊരു ചോദ്യം ചോദിക്കാം. എന്താണ് പ്രത്യുദ്ഗമനീയം എന്ന പദത്തിന്റെ അർത്ഥം? പ്രത്യുത്പാദനല്ലേ? എനിക്കറിയാം. അയ്യോ, അതൊന്നുമല്ല, അതൊക്കെ ബയോളജി. അത് സ്വാതി മിസ് വരുമ്പോൾ ചോദിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഞാൻ 4 ഓപ്ഷൻ തരാം. 1, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക. 2, ഇരുന്ന് ബഹുമാനിക്കുക. 3, കഴുത്തിന് പിടിച്ച് പുറത്താക്കുക. 4, അസഭ്യം പറയുക. പ്രത്യുദ്ഗമനീയം. 1, 2, 3. യെസ്. ഏത്? അസഭ്യം പറയുകയോ? പ്രത്യുദ്ഗമനീയം, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക. ഇനി എന്താണ് ഈ പ്രത്യുൽപ്പന്നം? അപ്പം സൗന്ദര്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്, ബുദ്ധി ലേശം. പിന്നെ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ബുദ്ധിയും സൗന്ദര്യവും കൂടി ഒരാൾക്ക് കൊടുക്കില്ലെന്നേ. ഇംഗ്ലീഷിൽ എന്താ പറയാ? എനിക്ക് രണ്ടും ഉണ്ട്. അത് മെഡിക്കൽ മിറാക്കിളാണ്. അത് പനിയുടെ ലക്ഷണമാണോ? പനിയാണത് കേട്ടോ. പിന്നെ ഇല്ലേ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ബുദ്ധിയും സൗന്ദര്യവും കൂടി ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറയോ? ബ്യൂട്ടി ആൻഡ് വിസ്ഡം, അങ്ങനെ വല്ലതും. ഇത് പോയിക്കൊണ്ടിരിക്കും. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ആണോ? ഇതുവരെ വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോട്ടെ. ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ബുദ്ധിപരമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം അത്ര ഉത്തരം കിട്ടിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം സൗന്ദര്യം ഉണ്ടെന്നാണ്. അതായത് ഈ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയും. അതായത് ബുദ്ധിയും സൗന്ദര്യവും കൂടെ ചിലപ്പം ഒരുമിച്ച് പണ്ട് പറയുന്നല്ലേ. അതായത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആണല്ലോ ഈ പ്രോവർബ് വരുന്നത്. ആണല്ലേ? ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതെല്ലാം അങ്ങ് മാറിപ്പോയി. കറക്റ്റ്. പിന്നെ ചിലർക്ക് ഇത് രണ്ടും കൊടുക്കും. അതാണ് നമ്മൾ രണ്ടുപേരും. അപ്പൊ പിന്നെ പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല, ചളിയായി. പിന്നെ അപ്പൊ ഇത്രയും സമയം ഞാൻ ഈ വൊക്കാബുലറി കാര്യമൊക്കെ അല്ലേ ചോദിച്ചത്. ഇനി കുറച്ച് സാഹിത്യത്തിലോട്ട് കടന്നോട്ടെ. കുമാരനാശാന്റെ അവസാന കവിത ഏത്? വീണുപൂവ്, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ. അവസാന കവിത ഏത്? ഇതിലൊരു ഉത്തരമുണ്ട്. കരുണയാണോ? കരുണ. കറക്റ്റ്. സാഹിത്യത്തിലും ബുദ്ധിമാനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആരുടെ വരികൾ? കവിതയുടെ പേര് പറയാം. രമണൻ. ആരായിരിക്കും? അതിന്റെ അവസാനം ഒരു പുഴയുണ്ട്. ആരായിരിക്കും? ഭാരതപ്പുഴയെന്നൊന്നും പറയരുത്, ചങ്ങമ്പുഴ. കറക്റ്റ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് ആൻസർ വന്നില്ലേ? ഇംഗ്ലീഷ് അധ്യാപകനായ നിസാം മാഷിനെ കൊണ്ട് ഞാൻ മലയാളം ഉത്തരം വരെ പറയിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുന്ന ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാച്ച് സൈലത്തിൽ തുടങ്ങിയ എങ്ങനെയായിരിക്കും? അത് അടിപൊളിയാവും. നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ കൂടുതൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും. പല തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പൊ PSC ചോദിക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ചോദ്യങ്ങളും കുട്ടികൾ ഉത്തരമൊക്കെ പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ബാച്ച് സൈലം ആരംഭിക്കുകയാണ് ജനുവരി 22 മുതൽ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി അല്ലേ? അപ്പോൾ ധാരാളം എക്സാംസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിലിംസ് പാസ്സാകണം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു Q&A ബാച്ച് ആരംഭിക്കുകയാണ്. സമയം ഉണ്ടാവുമല്ലോ? ഞാനുണ്ടാവും. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ റെഡിയാണ്. ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? ബാച്ചിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദമാണോ ഹാർദവമാണോ? ഹാർദം. വെരി ഗുഡ്. ഓക്കെ.